ബാലരാമപുരത്ത് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നതാണ്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത ദിവസം തന്നെ ഇയാളെ തെളിവെടുപ്പിനൊക്കെയായി പ്രദേശത്തേക്ക് കൊണ്ടുവരും. കേസിൽ വ്യക്തത വന്നിട്ടില്ലാത്തതിനാൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതിയാണെന്ന് മനസ്സിലാക്കി, പക്ഷേ എന്തിന്റെ പേരിലാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന ഉത്തരത്തിനാണ് ഇതുവരെ ഒരു വ്യക്തത വരാത്തത്. അതേസമയം ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ക്ഷമിക്കണം. ഇപ്പോൾ കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം എന്താണ് പോലീസിന്റെ നീക്കമെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കമലേഷ്, ഇന്നിപ്പോൾ എന്താണ് പോലീസിന്റെ അടുത്ത നീക്കമെന്ന് പറയുന്നത്? ഒന്ന്, ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങണം, തെളിവെടുപ്പ് നടത്തണം. നമുക്കൊരു വലിയ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്ന ചോദ്യത്തിന് ഈ സമയം വരെ തൃപ്തികരമായ ഒരു ഉത്തരം ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. പോലീസ് അത് തേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ കേസിന്റെ പുറകെ പോയപ്പോഴാണല്ലോ കുട്ടിയുടെ അമ്മ ശ്രീധുവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ഇടപാടുകളും ഒക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ കേസിൽ എന്താണ് നടപടികൾ? മനു, ഇതിൽ ഏറ്റവും പ്രധാനമായും ആളുകളെല്ലാം ഉറ്റുനോക്കുന്നതുമായ വിഷയം ഈ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് തന്നെയാണ്. ഇതിലിപ്പോൾ ഈ കൊലപാതകം നടന്ന് ആദ്യ ദിവസം തന്നെ ഈ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ കുടുംബത്തെ ആകെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ അമ്മാവൻ താൻ തന്നെയാണ് ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. ആ നിലയിൽ അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി കൊലപ്പെടുത്തി എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. അക്കാര്യത്തിൽ കൃത്യമായൊരു മൊഴി ഈ പ്രതിയോ ബന്ധുക്കളോ ഒന്നും തന്നെ നൽകിയിട്ടുമില്ല. ഇത് തന്നെയാണ്, ഈ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിരവധി തവണ ഈ വീട്ടിൽ ഈ കൊലപാതകം നടന്ന വീട്ടിൽ തൊട്ടടുത്ത ദിവസങ്ങളിലടക്കം പോലീസ് സംഘം എത്തുകയും എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ നിന്ന് ലഭ്യമാവുകയോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിലൊന്നും നിലവിൽ ശാസ്ത്രീയമായ യാതൊരു തെളിവിൻ്റെയും അടിസ്ഥാനം ഈ കേസിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. അതോടൊപ്പം പോലീസിന് മുന്നിൽ ആകെയുള്ളത് ഈ സഹോദരന്മാർ, അതായത് ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവും കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ചില വാട്സപ്പ് ചാറ്റുകളാണ്. ഇതിൽ അസ്വാഭാവികതയുണ്ട്. ഒരു സഹോദരന്മാർ തമ്മിൽ നടത്തുന്ന ഒരു വാട്സപ്പ് ചാറ്റായി ഇതിനെ കാണാനാകില്ല എന്ന ഒരു കാര്യം പോലീസുകാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഇത് തന്നെയാണോ, അതായത് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മാവന് അവരുടെ സഹോദരിയോട്, അതായത് കുട്ടിയുടെ അമ്മയോട് ഒരു ലൈംഗിക താല്പര്യം തോന്നിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടി അവരെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ ഈ കുട്ടി ഒരു തടസ്സമായി നിൽക്കുകയും കുട്ടി കരയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ സംഭവം നടന്ന തലേന്നാൾ രാത്രിയും അടക്കം കുട്ടി കാര്യങ്ങൾ വളരെ ഗൗരവതരമാണല്ലോ. നമ്മൾ ചിന്തിച്ചതിനൊക്കെ അപ്പുറത്തേക്കാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. മനു, തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ ഈ ചാറ്റുകൾ ഉണ്ട്, ഇവരുടെ വീഡിയോ കോൾ വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ കാണേണ്ടത്, ഈ ഹരികുമാറിന് എഴുത്തും വായനയും ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. വായിക്കാൻ അറിയില്ല, അക്ഷരാഭ്യാസം ഇല്ല എന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചാറ്റ് ചെയ്തു എന്നൊരു ചോദ്യം വരില്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വാട്സപ്പിൽ ഓഡിയോ സന്ദേശങ്ങൾ അയക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുതന്നെ ഈ രാത്രിയിലടക്കം ഇവരെ മുറിയിലേക്ക് ക്ഷണിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ ആ നിലയിൽ അതിനൊരു സ്ഥിരീകരണം വന്നിട്ടുമില്ല. ഇത് തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിന് ഉറപ്പിക്കാനും കഴിയുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. തീർച്ചയായും ഈ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്. ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിലിപ്പോൾ റിമാൻഡിൽ കഴിയുക പ്രതി നെയ്യാറ്റിൻകര. അവിടെ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞു ഹരികുമാറിന് സഹോദരിയോട് ആ രീതിയിൽ ഒരു മോശം താല്പര്യം തോന്നിയിരുന്നു, അങ്ങനെയുള്ള വാട്സപ്പ് ചാറ്റുകൾ അയാൾ നടത്തിയിരുന്നു. അതിനോട് ശ്രീധു പ്രതികരിച്ചത് എങ്ങനെയാണ്? അതിനെ എതിർത്താണോ സംസാരിച്ചത്? അതിനെ ശക്തമായ രീതിയിൽ എതിർക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്?
അക്കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവർ അതിന് സമ്മതം മൂളിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയാണ് ഒരു പ്രശ്നമായി നിന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവർ ബാത്റൂമിൽ പോയ സമയത്ത് ഈ കുട്ടിയെ അടുക്കള വാതിൽ വഴി എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു എന്ന നിലയിലുള്ള ഒരു മൊഴി ഇയാളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ അമ്മയുമായി ബന്ധപ്പെട്ട അമ്മ പറയുന്നത് മറ്റൊരു മൊഴിയാണ്. അതായത് ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്. കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ കുട്ടിയുടെ ജനനത്തോടെയാണ് എന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു എന്ന മൊഴിയാണ് ഈ കുട്ടിയുടെ അമ്മ നൽകിയിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ആ തരത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ചില പരാതികൾ വരുന്നത്. അമ്മ നിലവിൽ വീട്ടിലേക്ക് വിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അഗതി മന്ദിരമായ മഹിളാ മന്ദിരത്തിലാണ് ഈ അമ്മയെ പൂജപ്പുരയിൽ മഹിളാ മന്ദിരത്തിലാണ് താമസിപ്പിക്കുന്നത്. അങ്ങനെ കഴിയുന്നതിനിടെയാണ് ഇന്നലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ പോലീസിൻ്റെ മുന്നിൽ വരുന്നത്. 10ഓളം പരാതികളാണ് ശ്രീധുവിനെതിരെ നിലവിലുള്ളത്. ഇതിൽ ഈ ബാലരാമപുരം സ്വദേശി തന്നെയായിട്ടുള്ള ഷിജു എന്നയാൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അറസ്റ്റിന് ശേഷം ഇന്നലെ രാത്രി ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ 10 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥയാണ് എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കമുണ്ടാക്കി അങ്ങനെ ഒരു വ്യാജേനയാണ് ഇയാളിൽ നിന്നും പണം തട്ടിയത്. ഇയാൾക്ക് നിയമന ഉത്തരവടക്കം, അതായത് ദേവസ്വം ബോർഡിൻ്റേതെന്ന പേരിൽ നിയമന ഉത്തരവടക്കം ഈ ഷിജുവിന് കൈമാറിയിരുന്നു ശ്രീധു എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി വന്നിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ ഈ പരാതിയിൽ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അവരെ മഹിളാ മന്ദിരത്തിൽ നിന്നും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലും അവിടെ ഉണ്ടായി. SP സുദർശൻ, അതുപോലെ തന്നെ 2 DYSPമാർ, അതായത് നെയ്യാറ്റിൻകര DYSP ഷാജി, ക്രൈംബ്രാഞ്ച് DYSP അടക്കമുള്ള ആളുകൾ ഇരുന്ന് ചോദ്യം ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ രാത്രിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ. അതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3ാം കോടതിയിലല്ല ഈ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ എത്തിച്ചിട്ടാണ് ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടെയാണ് ഇയാളെ ഈ ശ്രീധുവിനെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്നത്. ഏതായാലും ആ നിലയിൽ ഈ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ശ്രീധുവിനെതിരെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതികളും വരുന്നു. അവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പുകൾ ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഇവർക്കൊപ്പം നിന്നിട്ടുള്ളത് ഈ ജ്യോത്സ്യനാണ് എന്നാണ് പറയുന്നത്. 36 ലക്ഷം രൂപ ഈ ജ്യോത്സ്യന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ശ്രീധു മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഈ തട്ടിപ്പിന് ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം SP-യോട് ചോദിച്ചിരുന്നു. അക്കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് SP-യും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് പോലീസ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ശാസ്ത്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇയാളെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം ഈ ശ്രീധുവിനെ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശ്രീധുവിൻ്റെ മാതാവിനെയും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ മൂത്ത കുട്ടിയെയും ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനെയും അവരുടെ മുത്തച്ഛനെയും അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ ഈ കുടുംബാംഗങ്ങളെ ആകെ തന്നെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയം പോലീസിനെ സംബന്ധിച്ച് ഏറെ കുഴക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും എന്തിനാണ് ഈ കൃത്യം നടത്തിയത് എന്ന് കണ്ടെത്താനാവാതെ പോലീസ് കുഴയുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കുക എന്ന കാര്യം തന്നെയാണ് പോലീസിൻ്റെ മുന്നിലുള്ളത്. അതിനുവേണ്ടി ഊർജിതമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ഹരികുമാറിന് വേണ്ടി നൽകും. കസ്റ്റഡിയിൽ ലഭിച്ച ഉടനെ ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. മനു. ശരി കമലേഷ്, ഏതായാലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത. പക്ഷേ അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത ചില സംഭവങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ഒരു വലിയ നാണക്കേടായി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഏതായാലും പോലീസ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കട്ടെ. നമുക്കതിൻ്റെ ഉത്തരം കിട്ടിയേ തീരൂ. എന്തിനു വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ, 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയേ തീരൂ. അതിന് പുറകിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം.